ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിന് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയത്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും മെൻ്റലബിലിറ്റി ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. അതർവൈസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ട് സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലും പഠിക്കാം, നമുക്കത് ഷോർട്ട് കട്ട് മെത്തേഡിലും പഠിക്കാം. ബട്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഓർമ്മിച്ച് ലോജിക്ക് ബേസ് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റും. ഞാൻ രണ്ടും പറയാം. സോ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെത്തേഡിലൊന്ന് പറയാം. എന്താണ്? രണ്ട് സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ രണ്ട് സംഖ്യകളുണ്ട്, അത് 3:5 എന്ന അംശബന്ധത്തിലാണ്. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, 3:5 എന്ന അംശബന്ധം. സോ സംഖ്യകൾ നമുക്ക് എന്തെടുക്കാം? സംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളും, ഒന്ന് 3x ഒന്ന് 5x നമ്മൾ എടുക്കും. ക്ലിയർ ആണ്? സോ ഇനി എന്ത് ചെയ്യുന്നു? അവയുടെ ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ, അതായത് 3x എന്ന് പറയുന്നത് 3x + 10 എന്നാവും, അതുപോലെ 5x എന്ന് പറയുന്നത് 5x + 10 എന്നാവും. അപ്പോൾ അതിൻ്റെ റേഷ്യോയ്ക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്, അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ അത് 5:7 എന്ന് മാറും. ഇത്രയും കേസ് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? എന്തുകൊണ്ട് 3x 5x എടുക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5:7 എന്നാവും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്, A:B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് A/B എന്ന് എഴുതാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇൻ കേസ് അറിയില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളുക. A:B നമുക്ക് A/B എന്ന് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ കഴിയും? നമുക്കിതിനെ 3x + 10 / 5x + 10 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു 5/7. കാര്യം 5:7 5/7 എന്ന് എഴുതാം. ഈസ്റ്റുവിനെ ബൈറ്റ് എഴുതാൻ കഴിയുമെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യണത് ഇങ്ങനെ. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടല്ലേ, എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചുകൂടെ? പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ ഒരുപാട് ഷോർട്ട് കട്ടുകൾ പഠിക്കേണ്ടി വരും കേട്ടോ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബെറ്റർ ഷോർട്ട് കട്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചോളുക. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് ക്രോസ് ചെയ്യാണ്. നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് തെറ്റിക്കുന്നത് എങ്ങനെയാണ്? 7 × 3x ചെയ്യും, 10നെ ഗുണിക്കാൻ മറന്നു. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഗുണിക്കുമ്പോൾ രണ്ടിനെയും ഗുണിക്കണം. എങ്ങനെയാണ്? 7 × 3x 21x, 7 × 10 + 70 is equal to 5 × 5x 25x, 5 × 10 50. കണ്ടോ? രണ്ടിനെയും ഗുണിക്കണം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ക്രോസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വരത്തില്ലയോ എന്നൊക്കെ സംശയം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് സംശയം, എന്ത് പൊട്ടത്തരമായിക്കോട്ടെ, എന്ത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഞാൻ ചോദിച്ചാൽ മണ്ടത്തരമായി പോകുമോ, അങ്ങനെ എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ഇടുക. നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോകണം. അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും മാത്സ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് സിമ്പിളാണ്. എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്. ഒരേപോലത്തെ ടേമല്ല ഒരു സൈഡിൽ കൊണ്ടുവരിക. അതായത് എക്സിൻ്റെ ടേമല്ല ഇവിടെ കൊണ്ടുവരും. ഒന്നുകിൽ അപ്പുറത്തേക്ക് കൊണ്ടുവരിക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഞാൻ ഈ 25x കൂടെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇവിടെ ആരുണ്ട്? ഇവിടെ 21x ഉണ്ട്. ഇനി 25x ഇപ്പുറത്തേക്ക് വരുമ്പോഴോ അത് -25x ആവും. ശരിയല്ലേ? കാര്യം +25x ആണ്. ഇനി അപ്പുറത്ത് ആരുണ്ട്? അപ്പുറത്ത് 50 ഉണ്ട്. 50 എഴുതിയിട്ടേ 70നെ കൊണ്ടുപോകും. ഒരുപാട് പേര് വീണ്ടും തെറ്റിക്കുന്നത് ഈ 70നെ അവിടെ കൊണ്ട് 70 എഴുതും, -50 എഴുതും. തെറ്റാണ്. അവിടെ ഉള്ളതിന് ഫസ്റ്റ് പ്രയോറിറ്റി അത് എഴുതുന്നു, ദെൻ -70. ഇത് അപ്പുറത്ത് പോകും. ഓക്കെ അല്ലേ? സോ ഇവിടെ -4x എന്ന് വരും, ഇവിടെ -20 എന്ന് വരും. മൈനസും വെട്ടിപ്പോയി. x = 4 അപ്പുറത്ത് പോകുമ്പോൾ 20/4 5. സോ x 5 കിട്ടിയില്ലേ? ഇനി ക്വസ്റ്റ്യൻ സംഖ്യകൾ എന്നല്ലേ ക്വസ്റ്റ്യൻ? സംഖ്യകൾ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സംഖ്യയിൽ 3x 5x അല്ലേ? സോ 3x ആണെങ്കിൽ 3 × x ന് പകരം 5 15. അടുത്തത് 5 × 5 25. അപ്പോൾ 15 25 ആണ് സംഖ്യകൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കി, 3:5 ആദ്യത്തെ റേഷ്യോ, 5:7 ആദ്യത്തെ റേഷ്യോ, രണ്ടാമത്തെ റേഷ്യോ. ഇത് നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ 3 5 തമ്മിൽ ഡിഫറൻസ് 2ആണ്, 5 7 തമ്മിൽ ഡിഫറൻസ് 2ആണ്. കാരണം ഡിഫറൻസുകൾ സെയിം ആണെങ്കിൽ ഇതൊന്ന് കുറച്ച് പോകുക. 5 × 3 കുറച്ചാൽ 2, 7 × 5 കുറച്ചാൽ 2, രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറൻസുകൾ നമുക്ക് സെയിം ആയിട്ടാണ് കിട്ടുന്നത് എങ്കിൽ എളുപ്പമാണ്. ആ ഡിഫറൻസിൻ്റെ കൂടെ x ഇടുക, 2x. അതായിരിക്കും നമ്മുടെ വ്യത്യാസം. അതായത് ഇവിടെ എന്താ, എത്ര കൂടുതലല്ല, 10 കൂടുതലല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് = 10 എന്ന് എടുക്കുക. ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x = 2 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 10/2. 5x ഡയറക്ടറി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ x = 5 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആ സാധനം എടുത്തിട്ട് ഈ 3നെ ഗുണിക്കണം, ഈ 5നെയും ഗുണിക്കണം. സോ ഇവിടെ 15 എന്ന് കിട്ടും, 25 സംഖ്യയിൽ പെട്ടെന്ന് കിട്ടും. 25 15 അല്ലെങ്കിൽ 15 25 ഇങ്ങനെയാണ് ചെയ്യുക. സോ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇതുകൂടി ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളൂ. ചിലതൊക്കെ ഇങ്ങനെ എക്സാക്ട് എക്സ് കാണുമ്പോഴേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ബേസ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബേസ് ഒക്കെ പഠിച്ച് വരുന്നൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ. സമയം പോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ബേസിൻ്റെ പ്രശ്നം കൊണ്ട്
മാത്സ് കിട്ടാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ജോലിയും കിട്ടാറുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ തീർക്കാൻ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാൾ വരുന്നു പോകുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്താണ്. അതിൽ വരുന്നൊരു കാറ്റഗറിയാണ് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചോളുക. നമ്മളൊന്ന് പറയാൻ പോവാണ്. നോക്കി, ഈ മിസ്റ്റേക്ക് വരുത്തരുത്, ക്ലിയർ ആയിട്ട് ഇവിടെ പഠിച്ചു പോകണം. 60 ദിവസം കൊണ്ടൊരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ 210 പേര് അല്ലേ? അപ്പോൾ ഈ 60 പേര് കൊണ്ട് 60 ദിവസം കൊണ്ട് ഒരു ജോലി 210 പേര് 60 ദിവസം കൊണ്ട് 210 പേര് ചേർന്ന ജോലി തീർക്കും. ഇനി 12 ദിവസം കഴിഞ്ഞു, അതായത് 12 ദിവസം കുറയും. 12 ദിവസം കഴിഞ്ഞ് 12 ദിവസം കുറയും. എത്രയായിട്ട് മാറും? 48 ദിവസമായിട്ട് മാറും. ആ 48 ദിവസം ആകുമ്പോഴും അവിടെ എത്ര പേരുണ്ട്? അവിടെ 210 പേരുണ്ട്. ശരിയല്ലേ? അതായത് 12 ദിവസം കഴിയുമ്പോൾ 48 പേരായി. 40 ദിവസമായി 210 പേരോടെ ഉണ്ട് അല്ലേ? അതിനുശേഷമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? 70 പേരെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ 210 എന്ന് പറയുന്നത് 280 ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ എത്ര ദിവസം നമുക്ക് നോക്കാം. ഇതാണ് ഡേയ്സ് അല്ലേ? ശരിയല്ലേ? 60 ഡേയ്സ്. ഇതാണ് നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് നമ്പർ. സോ ഇനി എന്താണ് ചോദ്യം? ഇനി എത്ര ദിവസം കൊണ്ട് തീരും? അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഇവിടെ തന്നെ ക്രോസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 40, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന പോലെ 48 പേർക്ക് 210 ദിവസം എങ്കിൽ 210 പേർക്ക് 48 ദിവസം എങ്കിൽ 280 പേർക്ക് എത്ര ദിവസം? ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൊണ്ടുവരാം. ഇവിടെ നിന്ന് എന്തിവിടേക്ക് കൊണ്ടുവരാം? സോ എക്സ് ഈസ് ഈക്വൾ ടു എന്ത് വരും? എക്സ് ഈസ് ഈക്വൾ ടു 48 × 210/280. ഇതാ ഈ 0 വെട്ടിപ്പോയി. ഇനി ഇത് 7 കൊണ്ട് 3 71, 4 78, 12 4 48, 12 × 3 36 ദിവസം വേണം അല്ലേ? ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 36 ഉണ്ട് ഓപ്ഷനകത്തുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് 48 ഇങ്ങനെ കുറച്ചിട്ട് ഡേയ്സ് അതുപോലെ തന്നെ എഴുതുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടത്തിൻ്റെ ശതമാനം എത്രയെന്നാണ് ചോദ്യം. ഇതിലൊരു പ്രശ്നമുണ്ട്, ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതായത് 2 കുതിരകളെ അയാൾ വിൽക്കുന്നു. 2 കുതിരയ്ക്കും കൂടിയാണോ 6000 രൂപ എന്നുള്ള സംശയം വരാം. പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഈച്ച് എന്നൊരു വേർഡ് പറയുന്നുണ്ട്. അതായത് ഓരോന്നിനും 6000 രൂപ വെച്ച് വിൽക്കുന്നു. അതായത് ഒരു കുതിരയ്ക്ക് 6000 രൂപ. അപ്പോൾ 2 കുതിരയ്ക്കും കൂടി 12000 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനെ കുറിച്ച് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. അതുപോലെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുക. അപ്പോൾ ഒരുപാട് വേർഡ്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൺഫ്യൂഷൻ നമുക്ക് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ 2 കുതിരകളെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇംഗ്ലീഷിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഓരോ കുതിരയ്ക്ക് 6000 രൂപയാണ്. ഓക്കെ, വിൽക്കുന്നു. അപ്പോൾ 2 കുതിരയും കൂടെ വിറ്റ വില നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 2 കുതിരയും കൂടെ വിറ്റ വില. അപ്പോൾ വിറ്റ വില എന്താണ്? വിറ്റ വില എന്ന് പറയുന്നത് 12000 രൂപയാണ്. ശരിയല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അയാൾ വാങ്ങിയ വിലയും എന്ത് തന്നെ ആയിരിക്കും? വാങ്ങിയ വിലയും 12000 രൂപ തന്നെ ആയിരിക്കും. ശരിയല്ലേ? ചിലപ്പോൾ ഒരു കുതിരയ്ക്ക് 7000 രൂപ, ഒരു 5000 രൂപയ്ക്ക് വാങ്ങിച്ചത്, എന്നാലും വാങ്ങിയ വില 12000. 2 കൂടെ ചേരുമ്പോൾ 12000 രൂപ തന്നെ വരും. എങ്കിലേ ലാഭമോ നഷ്ടമോ ഇല്ലാതിരിക്കുള്ളൂ. ക്ലിയർ അല്ലേ ഐഡിയ? ഓക്കെ, ഇടപാടിൽ ലാഭമോ നഷ്ടമോ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടശതമാനം എത്രയാണ് ചോദ്യം. ശരിയല്ലേ? അപ്പോൾ അതായത് നമുക്ക് എന്ത് ചെയ്യാം? 2 കുതിരകളില്ലേ? ഒന്നാമത്തെ കേസ് 1 എടുക്കണം. ഒന്നാമത്തെ കുതിര അയാൾ 25% ലാഭത്തിനാണ് വിറ്റതെന്നാണ് പറയുന്നത്. ലാഭത്തിനാണ് വിറ്റത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു സംഭവം നമുക്കറിയാം അല്ലേ? VV വാവി 100 പി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തുവാ ഈ സംഭവം? അതായത് വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില 100 പ്ലസ് പ്രോഫിറ്റ് 100 പി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമത്തെ കുതിരയുടെ വാങ്ങിയ വില, നമുക്ക് 2 കുതിരയുടെ വാങ്ങിയ വില 12000 അറിയുള്ളൂ. ഒന്നാമത്തെ കുതിരയുടെ വാങ്ങിയ വില നമുക്ക് അറിയില്ല. ഞാൻ എന്ത് ചെയ്യാം? ഒന്നാമത്തെ കുതിരയുടെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? വിറ്റ വില നമുക്കറിയാം. എന്താണ്? 6000 രൂപ. കാര്യം അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ കുതിരയ്ക്കും 6000 രൂപ വെച്ച് വിറ്റു എന്ന് പറയുന്നത്. പക്ഷേ ഓരോ കുതിരയ്ക്കും എത്ര രൂപ വെച്ച് വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? സോ 6000 രൂപ. സംശയം വരുവാണെങ്കിൽ പറയണം വാങ്ങിയ വില ഇൻറ്റു 100ൽ 125 അല്ലേ? കാര്യം പ്രോഫിറ്റ് 25% എന്ന് പറയുന്നുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ 100 പ്ലസ് 25 125. ഇവിടെ നിന്ന് വാങ്ങിയ വില നമുക്ക് എന്ത് കിട്ടും? ഇതെല്ലാം ഇങ്ങനെ വരട്ടെ. 6000
ഇൻറ്റു 100/125 ഇങ്ങനെയല്ലേ, ശരിയല്ലേ? സോ നമുക്കിത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇത് വരുന്നത് ഈ 125 100 കട്ട് ചെയ്യുമ്പോൾ 425, ഇവിടെ 525. ഇത് കട്ട് ചെയ്യുമ്പോൾ 1 5 5 2 5 10 അല്ലേ? 12 × 4 എന്ന് പറയുന്നത് 48 4800 രൂപ. അതായത് ഒന്നാമത്തെ കുതിരയെ വാങ്ങിയത് 4800 രൂപ. 2 കുതിരയ്ക്കും കൂടി 12,000 രൂപയല്ലേ? എങ്കിൽ രണ്ടാമത്തെ കുതിര കേസ് 2 അല്ലേ, രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില എന്തായിരിക്കും? രണ്ടാമത്തെ കുതിരയുടെ വാങ്ങിയ വില 12,000 മൈനസ് 4800 ആയിരിക്കില്ലേ? ഒന്നാമത്തെ കുതിരയെ 4800 രൂപയ്ക്കല്ലേ വാങ്ങിയത്, എങ്കിൽ രണ്ടാമത്തെ കുതിരയുടെ വില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ലേ? കുറച്ചാ പോലെ, രണ്ടും കൂടെ 12,000 രൂപയല്ലേ? കുറച്ച് പറഞ്ഞേ, ശരിയല്ലേ? ഇതാ 10 ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2, ഇവിടെ 14 കുറയ്ക്കുമ്പോൾ 7, 7200 രൂപ. അപ്പോൾ രണ്ടാമത്തെ കുതിരയെ വാങ്ങിയ വില 7200 രൂപ. അത് എന്താണ് ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ കുതിരയെ വിൽക്കുന്ന നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ നോക്കി എന്താണ്, 7200 രൂപയ്ക്ക് വാങ്ങിയിട്ട് വിറ്റ വില എത്രയാ? വിറ്റ വില 6000 രൂപയാണ്. ഇത് സിമ്പിളാണ്, നമ്മളൊന്ന് ചിന്തിച്ചൊരു ഓർഡർ ചിന്തിച്ച് വന്നാൽ മതി. നമ്മൾ 6000 രൂപയ്ക്കുള്ള കുതിരയെ വാങ്ങിയിട്ട് 7200 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എത്ര രൂപ നഷ്ടം? 1200 രൂപ നഷ്ടം. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വാങ്ങിയ വിലയിൽ, നമുക്കറിയാം ഇക്വേഷൻ, വാങ്ങിയ വിലയിൽ നഷ്ടം എത്ര? 1200 രൂപ നഷ്ടം ഇൻറ്റു 100. ഈ 2 വെട്ടിപ്പോയി, 5 12 60 കട്ട് ചെയ്യുമ്പോൾ 20. സോ 20% ലോസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 20% നഷ്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളത് വിറ്റത് എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ഓർഡറിനെ നമ്മൾ ചിന്തിച്ച് വരണം. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. ഈ വാങ്ങിയ വിലയും വിറ്റ വിലയൊക്കെ ചില ബുദ്ധിമുട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമാണ്. പക്ഷേ ഒന്നുമില്ല, ഇതൊരു ഓർഡർ നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ചെടുക്കുന്നത് ഒരു സംഭവം നമുക്ക് കിട്ടണം. അത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതും മാക്സിമം ഈ ഒരു എന്താ പറയുക, ഡയറക്റ്റ് മെത്തേഡിലൂടെ ആലോചിക്കും. ഇപ്പോൾ നിങ്ങൾ പറയാം ഇതൊക്കെ ചെയ്തൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ, അപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ച് അല്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയാൽ നമുക്കിതൊന്നും ഒരുപാട് സമയം എടുക്കത്തില്ല. പിന്നെ നിങ്ങൾ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഷോർട്ട് കട്ട് അതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് മെത്തേഡ്. ഞാൻ നേരത്തെയും ഈ ക്ലാസ് മുൻപ് കാണുന്നവർക്ക് അറിയാം, നമ്മൾ മാക്സിമം ലോജിക് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് ഒരു കംപ്ലയിൻറ്റ് പറയും, ലോജിക്കൊക്കെ വെച്ച് ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ എക്സാം ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ, അത് അല്ലെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ബ്ലെയിം ചെയ്യുന്നവരും ഉണ്ടാവും. എനിവേ നിങ്ങളുടെ എങ്ങനെയാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ഓക്കെ, ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓരോ 1/10 കിലോഗ്രാം അപ്പോൾ ഒരു ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കേസ്. ഒരു ആപ്പിളിൻ്റെ ഭാരം 1/10 കിലോഗ്രാം ആണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പെട്ടിയിൽ നിറയ്ക്കണം. ആ പെട്ടിയുടെ ആകെ ഭാരം 4/5 കിലോഗ്രാമിന് താഴെയാകാൻ പാടുള്ളൂ. അല്ലേ? പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നത് എന്ത് വിചാരിക്കും? അതെങ്ങനെ വിചാരിക്കും? ഞാൻ പറയാണ്, ഒരു ആപ്പിളിൻ്റെ ഭാരം 2 കിലോഗ്രാം, വെറുതെ 2 കിലോഗ്രാം ആകത്തില്ല, മനസ്സിലാൻ വേണ്ടി പറയാം. ഒരു ആപ്പിളിൻ്റെ ഭാരം 2 കിലോഗ്രാമാണ്. ഒരു പെട്ടിയിൽ 10 കിലോഗ്രാം ഭാരമേ ആകാൻ പാടുള്ളൂ. എങ്കിൽ എത്ര ആപ്പിൾ വെക്കാൻ പറ്റും എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? 10/2 പെട്ടിയിൽ ആകാവുന്നതിൻ്റെ ഭാരം ബൈ ടോട്ടൽ, അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെ ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താണ്? പെട്ടിയിൽ എന്താണ് 4/5 ആകാൻ പാടുള്ളൂ. സോ 4/5 അല്ലേ, ഹോൾ ഡിവൈഡ് ബൈ എന്നോട് ഡിവൈഡ് ചെയ്യണം 1/10. ശരിയല്ലേ? ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതും, രണ്ടാമത്തെ തന്നെ തിരിച്ചെഴുതും. 10/1 1/10 10/1 എഴുതും. ക്ലിയർ അല്ലേ? എത്രയാ? 8 ആപ്പിൾ അല്ലേ? സോ എത്രയാണ്? 8. എത്ര ആപ്പിൾ എന്ന് വെച്ചാൽ 8 ആപ്പിൾ. 8 ഓപ്ഷൻ ഉണ്ടല്ലോ, ബി ആണ് ഓപ്ഷൻ. അത് മനസ്സിലായല്ലോ? നമ്മളെല്ലാം ജനറലൈസ് ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് ജനറലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെയും ചെയ്യാം. 1/10 × x ഇതൊക്കെ ചെയ്യാം, വേണ്ട. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗണിത ശ്രേണിയിൽ 10877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രേണി ഇതാണ്. 5, 9, 13 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയിൽ എന്താണ് തുക എന്ന് പറയുന്നത് 10877 ലഭിക്കാൻ. അപ്പൊ തുക എന്ന് പറയുന്നത് SN നമുക്ക് എഴുതാം അല്ലെ? തുക എന്ന് പറയുന്നത് 10877 ലഭിക്കാൻ എന്ത് ചെയ്യണം? എത്ര പദങ്ങൾ ചേർക്കണം? അതായത് N ആണ് കണ്ടുപിടിക്കുക. അതൊക്കെ ഒരുപാട് ചെയ്ത ചോദ്യമാണ്. ഇവിടുത്തെ A എത്രയാണ്? A എന്ന് പറയുന്നത് 5 ആണ്. പൊതുവ്യത്യാസം എങ്ങനെ കിട്ടും? 9 ൽ 5 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. നമുക്ക് SN ഇക്വേഷൻ അറിയാം. n/2 × 2a + n-1 × d = 10877. ശരിയല്ലേ? n നമുക്കറിയില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? n/2 × 2a, അതായത് 2 × 5 10 എന്ന് എഴുതാം, പ്ലസ് n-1 × എത്രയാണ്? 4. d എന്ന് പറഞ്ഞാൽ 4 ആയതുകൊണ്ട് അല്ലേ? സോ n/2 ×
10 പ്ലസ് നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു n 4n അല്ലേ. 4 ഇൻറ്റു -1 -4 ഇസ് ഈക്വൽ ടു 10877 അല്ലേ. അപ്പോൾ നോക്കി n/2 ഇൻറ്റു ഈ 10ഉം ഈ -4 +4 അല്ല, ഈ പ്ലസ് 4 പ്ലസ് ആണെന്ന് വിചാരിക്കരുത്. 10 - 4 6 ആണ്. 6 + 4n ഇസ് ഈക്വൽ ടു 10877 ശരിയല്ലേ. നമുക്ക് ഈ ഒന്നുകിൽ n/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ, n/2 കൊണ്ട് അകത്തോട്ട്, അല്ലെങ്കിൽ നമുക്കൊരു 2 ഇങ്ങ് കോമൺ എടുക്കാം. ഒന്ന് 2 കോമൺ എടുത്ത് നോക്കി. ഞാൻ 2 കോമൺ എടുക്കുകയാണ്. ഇവിടെ രണ്ടിന് 2 കോമൺ എടുക്കുമ്പോൾ വെളിയിൽ ആരുണ്ട്? n/2 ഉണ്ട്. 2 ഞാനിങ്ങ് കോമൺ എടുത്തു. ബാക്കി 6 2 കോമൺ എടുത്താൽ 3 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 അല്ല 3 ആണ്. റീസൺ നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ ചോദിക്കുക, നമ്മൾ പറയും. മുൻപ് ഒരുപാട് തവണ പറഞ്ഞാണ് എന്താണ് കോമൺ എടുക്കുന്നതിൻ്റെ റിയൽ മീനിങ് എന്നൊക്കെ ഉള്ളത്. സോ 4n 2 എടുത്താൽ ബാക്കി 2 10877 അല്ലേ. ഇത് കട്ടായിപ്പോയി ശരിയല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി ബാക്കി എന്താണ്? n ഇൻറ്റു 2n + 3 ഇസ് ഈക്വൽ ടു 10877 ഇങ്ങനെയാണ്. ഒന്നുകിൽ ഇനി എന്നിന് വാല്യൂ കൊടുത്ത് നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഈ 71 63 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിന് വാല്യൂ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇനി നാളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 71 ഫസ്റ്റ് ഓപ്ഷൻ 71 അല്ലേ. സോ n എത്രയാണ് ചോദ്യം? അത് നമുക്ക് എന്നിന് 71 കൊടുക്കുക. ഒന്നെങ്കിൽ സ്ക്വയർ ചെയ്യുക, അതല്ലെങ്കിൽ 71 കൊടുക്കുക. 71 കൊടുക്കുമ്പോൾ എന്ത് വരും? 71 ഇൻറ്റു 2 ഇൻറ്റു 71 142 പ്ലസ് 345 അല്ലേ. ഇത് ഗുണിക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കുക. ഇത് ഗുണിക്കുമ്പോൾ ഒരിക്കലും കിട്ടില്ല. കാര്യം 1 ഇൻറ്റു 5 ഒറ്റ സെക്കൻഡ് സ്ഥാനത്ത് 5 വരുള്ളൂ. സോ ഇതിന് ഓപ്ഷൻ ഇല്ല. 71 അല്ല. അടുത്ത് നമുക്ക് 63 കൊടുത്തു. 63 അല്ലേ, 63 ആണ്. സോ 63 ഇൻറ്റു അകത്തെന്ത് വരും? 2 ഇൻറ്റു 63 എന്ന് പറയുന്നത് 126 ആണ്. 126 പ്ലസ് 3 129. ഇത് പോസിബിലിറ്റി ഉണ്ട്. കാര്യം 3 ഇൻറ്റു 9 77 ആണ്. അവിടെ നിൽക്കട്ടെ, മൾട്ടിപ്ലൈ വരട്ടെ. അടുത്തത് 73 ആണ്. 73 കൊടുത്താൽ എന്ത് വരും? 73 ഇൻറ്റു 2 ഇൻറ്റു 73 146 അല്ലേ. ഞാൻ ചെയ്യുന്ന തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. 146 149 എന്ന് വരും. അപ്പോൾ ഇവിടെയും പോസിബിലിറ്റി ഉണ്ട്. ദെൻ അടുത്ത ഏതാണ്? 74 ആണ്. 74 വരുമ്പോൾ 74 ഇൻറ്റു 2 ഇൻറ്റു 74 148 151 ഒരു പോസിബിലിറ്റി ഇല്ല. കാര്യം എന്താണ്? ഇത് 4 വരുള്ളൂ, ഇവിടെ 7 ആണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതോ ഒന്നാണ്. സോ ഇതിലേതെങ്കിലും ഒന്ന് ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കുമ്പോൾ ഏതാണ് ആൻസർ നോക്കുക. നിങ്ങൾ ആൻസർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് ഗുണിക്കാൻ നിൽക്കുന്നില്ല. മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു മെത്തേഡിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ചെയ്തത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാനത് മൾട്ടിപ്ലൈ എല്ലാം തോന്നരുത്. ഞാനത് ആൻസർ എൻ്റെ മെത്തേഡ് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങ് പോയത്. വെറുതെ അത് മൾട്ടിപ്ലൈ സമയം കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 42 സെൻറ്റിമീറ്റർ വ്യാസവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ആ ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ ഒരു കോണിൻ്റെ ആകൃതിയിലേക്ക് മാറി. കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ. കോണിൻ്റെ അടിസ്ഥാന വിസ്തീർണം എന്ത്? ഈ അടിസ്ഥാന വിസ്തീർണം ഒന്നുമല്ല, ബേസ് ഏരിയ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പാദ വിസ്തീർണം, പാദ പരപ്പളവാണ്. അതിനെയാണ് അവർ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അടിസ്ഥാന വിസ്തീർണം എന്നൊക്കെ ആയത്. എന്താണ് അടിസ്ഥാന വിസ്തീർണം? കാര്യം സമയം കളയരുത്. ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷിന് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അത് അടിസ്ഥാന വിസ്തീർണമല്ല, ബേസ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ, സോ എന്താ പറയുക? ഒരു ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിട്ടുണ്ട്. എന്താകൃതിയിലുള്ള? സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റാണ്. അതിലെ മണൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. സോ മണൽ ഒരു സാധനത്തിലേക്ക് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അവിടെ വ്യാപ്തമാണ്. അപ്പോൾ ആ മണ്ണ് താഴേക്ക് തട്ടിയിടുമ്പോൾ അതൊരു കോൺ ആകൃതി, കോൺ ഷേപ്പിൽ അല്ലെ, വൃത്തസ്തൂപികയുടെ ആകൃതിയിൽ അത് താഴേക്ക് വീഴുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്താ ചോദ്യം? അതിൻ്റെ ആ വൃത്തസ്തൂപികയുടെ പാദ പരപ്പളവ് എന്ത്, പാദ വിസ്തീർണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ബേസ് ഏരിയ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സാധനം മണ്ണ് താഴേക്ക് തട്ടിയിടുമ്പോൾ എന്താ പ്രത്യേകത? ഈ ബക്കറ്റുള്ള അതേ മണ്ണ് തന്നെയാണ് താഴേക്ക് പോയത്, കോണായിട്ട് മാറിയത്. അതായത് സിലിണ്ടർ ഷേപ്പിൽ ഇരുന്ന മണ്ണ് തന്നെയാണ് കോണാകൃതിയായത്. അപ്പോൾ അതിൽ എന്തിന് വ്യത്യാസമില്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്തിൻ്റെ വോളിയമാണ്? സിലിണ്ടറിൻ്റെ വോളിയം അല്ലേ. സോ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നതും വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നതും അതുപോലെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. രണ്ടും ഒരേ സാധനമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ പാദ വിസ്തീർണം. അതായത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പാദം എന്ന് പറഞ്ഞാൽ വൃത്താകൃതി അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൃത്തസ്തൂപി അല്ലെങ്കിൽ കോണിൻ്റെ പാദം വൃത്താകൃതിയാണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ്, പാദത്തിൻ്റെ പരപ്പളവ് മീൻസ് പാദത്തിൻ്റെ വിസ്തീർണം മീൻസ് ബേസിൻ്റെ വിസ്തീർണം. ബേസ് എന്ന് പറഞ്ഞാൽ വൃത്തമാണ്, വൃത്തത്തിൻ്റെ വിസ്തീർണം. സർക്കിളിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ πr². ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ശരിയല്ലേ? അതവിടെ ഇരിക്കട്ടെ, നോക്കാം. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞേ πr²h എന്നാണ്. ശരിയല്ലേ? ഇനി വോളിയം ഓഫ് കോൺ ആണെങ്കിലോ 1/3 πr²h. രണ്ടിൻ്റെയും ആരങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 2 6 1 ഇത് കട്ട് ചെയ്ത് കളയരുത്. പൈയും തൽക്കാലം കട്ട് ചെയ്യേണ്ട, അവിടെ കിടക്കട്ടെ. ചിലപ്പോൾ നമുക്ക് πr² അല്ലേ ആവശ്യം. അങ്ങനെ ഒരു ആൻസർ നമുക്ക് കിട്ടുകയാണെങ്കിൽ
യൂസ്ഫുൾ ആയിരിക്കും. സോ പൈ തൽക്കാലം കട്ട് ചെയ്യേണ്ട, അവിടെ കിടക്കട്ടെ, നോക്കാം നമുക്ക്. ഇനി എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, 42 സെൻറ്റിമീറ്റർ വ്യാസമുള്ള എന്നാണ് സിലിണ്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാസം 42 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ആരം എത്രയായിരിക്കും? 21 സെൻറ്റിമീറ്റർ ആയി. സോ 21ൻ്റെ സ്ക്വയർ ആയിരിക്കും 21×21. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വ്യാസം വിട്ട് ചെയ്ത് കളയരുത്. ഇതൊക്കെയാണ് മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ. എക്സാം ഹാളിൽ കയറുമ്പോൾ ടെൻഷൻ കൊണ്ട് നമ്മൾ തെറ്റിക്കുന്ന മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ ഇതൊക്കെ ആയിരിക്കും. സോ ഇൻറ്റു എച്ച് അല്ലേ, ഉയരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഇസിക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. എന്തിൻ്റെ ആരം? കോണിൻ്റെ ആരം. കോണിൻ്റെ ആരം പറഞ്ഞിട്ടില്ലല്ലേ, അത് ആർ സ്ക്വയറും തന്നെയാണ് കിടക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ആരം പറഞ്ഞിട്ടില്ല. ഇൻറ്റു എച്ച് അല്ലേ, എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 21 സെൻറ്റിമീറ്റർ. കോണിൻ്റെ ഉയരം 21 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും സെയിം അല്ലേ? സോ നമുക്ക് ഇവിടെ നിന്ന് 21 കട്ട് ചെയ്തോളാം. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇതിനെ ഇവിടേക്ക് കൊണ്ടുവരാം അല്ലെ, ഇതിനെല്ലാം പറക്കി ഇവിടേക്ക് കൊണ്ടുവരാം. ബാക്കി ഈ 3 കാര്യം നമുക്ക് പൈ ആർ സ്ക്വയർ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ ഇതാണ്. പൈ ആർ സ്ക്വയർ ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യനിൽ. സോ നമുക്ക് അതുകൊണ്ട് നമ്മൾ പൈയുടെ വാല്യൂ കൊടുക്കാത്തത്. അവിടെ കണ്ട പൈ ആർ സ്ക്വയർ കണ്ട 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ശരി, ബാക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ ആണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. സോ പൈ ഇൻറ്റു, ഇനി പൈക്ക് വാല്യൂ ആൻസറിൽ പൈ ഇല്ല, സോ നമുക്ക് പൈക്ക് വാല്യൂ കൊടുക്കാം. 22/7 എന്ന് കൊടുക്കാം കേട്ടോ. എന്തുകൊണ്ട് 22/7 പൈക്ക് കൊടുത്തു? കാര്യം ഇവിടെ 21 ഉള്ളത് കൊണ്ട് 7ന്റെ മൾട്ടിപ്പിളാണ്, കട്ട് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, 10 അല്ലേ? ഇനി നോക്കി, ഇതെല്ലാം കൊടുത്തു. ഈ 3 ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? 3 മുകളിലേക്ക് പോകും. ഹരിച്ചിരിക്കുന്ന 3 അല്ലേ, അപ്പുറത്ത് ഇനി ആരുണ്ട്? പൈ ആർ സ്ക്വയർ എച്ച്. കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കിക്കോളാം. നമ്മളത് കട്ട് ചെയ്യാണ്. 3. ഓക്കെ അല്ലേ? സോ 3 × 3 9 അല്ലേ? 9 × 22 ഗുണിക്കുമ്പോൾ 9 × 22 × 9 അല്ലേ? 9 2 18, ദെൻ 9 2 18 1 19, ദെൻ ഈ ഒരു 0 കൊണ്ട് കൊടുത്തു. 1980 എച്ച് ഇല്ല, പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തത്തിൻ്റെ പരപ്പളവാണ്, വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമാണ്. വൃത്തം എന്ന് പറഞ്ഞാൽ പാദമല്ലേ കോണിൻ്റെ. സോ അത് 1980 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അത് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന്. ഇനി അതല്ല, ആർ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ആർ സ്ക്വയർ കണ്ടുപിടിച്ച് തന്നെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പൈയും കട്ട് ചെയ്ത് കളഞ്ഞ് 6 കണ്ടുപിടിച്ച് പിന്നെ ചെയ്യണം. ബെറ്റർ ഇതായിരിക്കും. എനിവേ ഇങ്ങനെ തോന്നുമെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1/-1/2, ദെൻ 1-1/3, 1-1/4, എക്സെട്ര ടു 1-1/20. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആൻസർ 1/20 ആയിരിക്കും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 2 × 1 2, 2 - 1 1, ദറ്റ് ഈസ് 1/2. അല്ലെങ്കിൽ 1/2 കുറച്ചാൽ ഹാഫാണ്. ഇൻറ്റു ഇവിടെ എന്താ പറയുക? 3 × 1 3, 3 - 1 2, 2/3. എങ്ങനെ? 4 × 1 4, 4 - 3 3, 3/4 എക്സെട്ര അല്ലേ? ഇൻറ്റു ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ വരുന്നത് 20 - 9, 19/20. ഇനി ഇതിനൊരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയാണ്? ഇങ്ങനെയാണ് കട്ടായി പോകുന്നുണ്ടോ? അല്ലെ, 2 കട്ടായി പോകും, 3 കട്ടായി. അടുത്ത ഈ 4 കട്ടായി പോകും. ഇവിടുത്തെ 19 ഇവിടെ 19 കട്ടായി പോകും. ശരിയല്ലേ? ബാക്കി ഇവിടെ ഇനി ആരുണ്ട്? 1 ഉണ്ട്. ഇവിടെ താഴെ 20 ഉണ്ട്, 1/20. ഒറ്റ ഓപ്ഷൻ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാറ്റേൺ കറക്റ്റായിട്ട് നോക്കി വെച്ചോളാം. അപ്പോൾ അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇതാണ് പറയുന്നത് 9x പ്ലസ് 3x മൈനസ് 90 = 0 ആണ് എങ്കിൽ എക്സിൻ്റെ മൂല്യം എന്തെന്നാണ് ചോദ്യം. ഡിറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. 9x പ്ലസ് 3x = 90 എടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡിറക്റ്റ് ഇങ്ങനെ ഇട്ടാലും മതി. ഇങ്ങനെ ഇട്ടിട്ടാലും നമുക്ക് ചെയ്യാം. എനിവേ നമുക്ക് നോക്കാം. നോക്കി അത് എന്ത് ചെയ്യാം? നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞിട്ട് 3 4 6 2 പറയാം. ആദ്യം നമ്മൾ എക്സിന് 3 കൊടുത്ത് നോക്കുക അല്ലേ? 3 കൊടുത്ത് നോക്കുക. അപ്പോൾ 9x3 പ്ലസ് 3x3 മൈനസ് 90 0 കിട്ടുന്നോ നോക്കുക. 9x3 എന്ന് പറഞ്ഞാൽ 9നെ 3 പ്രാവശ്യം ഗുണിക്കുക. 9 × 9 81, 81 × 9 അല്ലേ? 9 9 × 8 72, 729 പ്ലസ് 3 ഒരിക്കലും കിട്ടില്ല അല്ലേ? കിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അടുത്തത് എത്ര ഓപ്ഷൻ? നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 6 ഉണ്ട് ഓപ്ഷൻ. 9x6 അല്ലേ? 9x6 നിൽക്കട്ടെ. ഇത് വലിയ ക്വസ്റ്റ്യനിലേ വരുന്ന. നമുക്ക് നോക്കാം. 9x6 കിട്ടുന്നത് ലാസ്റ്റ് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ള നമ്പറൊക്കെ ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് അത് ആദ്യം 4 ഉണ്ട്. 9x4, 9x2 ഉണ്ട് അവസാനം. അപ്പോൾ ആദ്യം 9x2 കൊടുത്ത് നോക്കാം. അല്ലെങ്കിൽ ഒരുപാട് സമയം പോകത്തില്ലയോ? 9x2 അല്ലേ? പ്ലസ് 3x2 മൈനസ് 90, 9x2 81 അല്ലേ? 3x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. സോ ആൻസർ എക്സിന് 2 ആണ്. കാര്യം വലിയ നമ്പർ കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ അത്രയും 9 അത്രയും എടുക്കണം. അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ ഡയറക്റ്റ് 2 എന്ന് പഠിച്ചു വെച്ചിട്ട് ചെയ്തതല്ല കേട്ടോ. ഞാൻ എളുപ്പമുള്ള ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചാണ്. സോ അതുകൊണ്ട് അതായിരിക്കും ആൻസർ. എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എളുപ്പമുള്ള നമ്പർ കൊടുത്തു നോക്കുക. ഓക്കെ, വലുത് വരാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് നമ്മളൊരു PSCയുടെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടുന്നത്. എനിവേ അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശ തമ്മിലുള്ള വ്യത്യാസം 25 തുക കാണുക. ഡയറക്റ്റ് ചോദ്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഡയറക്റ്റ് ചോദ്യം. എന്താണ് കൂട്ടുപലിശയും, അതായത് CAയും സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് 2 വർഷത്തേക്കാണെങ്കിൽ നമ്മുടെ കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്, P/R/100 അല്ലെ. CA - SI എന്ന് പറയുന്നത് P/R/100 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടും, അല്ലാതെയും ചെയ്യാം കേട്ടോ. 2 വർഷത്തേക്ക് പ്രതിവർഷം 10% പലിശ നിരക്കിൽ അല്ലേ, പലിശ നിരക്കിൽ ഈ തുകയുടെ വ്യത്യാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുപലിശയും പലിശയും 25, അതവിടെ കൊടുക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. തുകയാണ് കണ്ടുപിടിക്കുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് അറിയില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണെന്ന് അറിയാം, 10/100 അല്ലേ, അറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഇനി ഒരുപാട് പറയാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയത്, കട്ട് ചെയ്ത് പറഞ്ഞു. 1/10 അതായത് 25 = P/1/100 ശരിയല്ലേ. സ്ക്വയർ എടുക്കുമ്പോൾ 100 ഇപ്പുറത്ത് വരുമ്പോൾ 25/100 2500 = P അല്ലേ. P ഒരു ഓപ്ഷൻ ഉണ്ടോ? 2500 B ആണ് ഓപ്ഷൻ. എളുപ്പമല്ലേ. അത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ചോദ്യം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു കളഞ്ഞാണ്. ഞാൻ ഇനി സ്പീഡ് കൂടി പോകണമെങ്കിലോ ഏതെങ്കിലും പറഞ്ഞ ക്ലാരിറ്റി കുറഞ്ഞ താഴെ കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരുന്നത്. സാധാരണ ഇതിൽ ചോദിക്കുന്ന ചോദ്യമാണ്, വേറെ രീതി ചോദിച്ചു വരും. എന്താ പറയുന്നത്? 60 - 10 എന്നാൽ 600. അപ്പോൾ 60 - 10 എപ്പോഴാണ് 600 ആവുന്നത്? 60 - 10 600 ആവില്ല. 600 × 10 ആണ് 600 അല്ലേ. 60 × 10 ആണ് 600. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? ഇൻറ്റുനെ ഡിനോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം അല്ലേ. ഇനി 12/4 16 എന്നാണ് കൊടുത്തേക്കണത്. അങ്ങനെ വരൂ, 12 + 4 അല്ലേ 16. സോ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? പ്ലസിനെ ഡിനോട്ട് ചെയ്യുന്നു. അടുത്ത എന്താണ്? 6 × 3 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. 6 × 3 3 ആവില്ല, 6 - 3 ആണ് 3 ആവുന്നത് ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻറ്റു എന്ന് പറയുന്നത് മൈനസിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്? 10 + 2 എന്നത് 5 ആണ്. 10 + 2 5 ആവില്ല, ഡിവിഷൻ ആയാലേ 5 ആവും. ഇതാണ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? 100 - 10 × 1000 /1000 + 100 × 10. ഞാൻ നോക്കി എഴുതാണ്, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, 100 - 10 മൈനസിന് പകരം ഇൻറ്റു കൊടുക്കും അല്ലേ. 100 × 10 ഇൻറ്റുവിന് പകരം മൈനസ് കൊടുക്കും അല്ലേ. ഡിവിഷന് പകരം ഈ പ്ലസ് കൊടുക്കും അല്ലേ. പ്ലസിന് പകരം ഡിവിഷൻ കൊടുക്കും അല്ലേ. ഇൻറ്റുവിന് പകരം വീണ്ടും മൈനസ് കൊടുക്കും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കോൺസെപ്റ്റ് വെച്ച് ഡിവിഷൻ ചെയ്യുമല്ലേ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 / 2 വെട്ടിപ്പോയിട്ട് ബാക്കി 10. അപ്പോൾ ഇത്രയും സാധനം മാറി എത്രയാവും? 10 ആവും. ഇനി ഇത് ചെയ്യുമല്ലേ, ഇത് എത്രയാവും? ഇത് 1000 ആയിട്ട് മാറുമല്ലേ. ഈ 1000 - 1000 കട്ട് ചെയ്ത് കളയാമല്ലേ, ശരിയല്ലേ. 10 - 10 കട്ട് കളയാമല്ലേ. ബാക്കി ആൻസർ 0 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 0 ആൻസർ കിട്ടിയിരിക്കുന്നത്. ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സമയം പോലെ വർക്കൗട്ട് നമുക്ക് കുറേ സെറ്റായി വരാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ, അഡീഷണൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് തരാൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിന് കൂടെ അതും ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.